ഹായ് ഡിയേഴ്സ്, നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ സബ്സെ ബഡാ ഷോമാൻ പഠിക്കാം. यह पाठभाग विश्व के बड़े कलाकारों में एक सर चार्ल्स स्पेंसर चैपलिन की जीवनी का एक अंश है. इसका लेखक ഗീത് ചതുർവേദി ഹെ. ലോകം കണ്ട ഏറ്റവും മികച്ച കലാകാരനായ അത്ഭുത പ്രതിഭയായ ചാർലി ചാപ്ലിൻ്റെ ജീവചരിത്രത്തിൽ നിന്നുള്ള ചെറിയൊരു ഭാഗമാണ് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. സ്വന്തം ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി മറ്റുള്ളവരെ ചിരിപ്പിക്കുവാൻ കഴിവുള്ളയാളാണ് ചാർലി ചാപ്ലിൻ. ചാർലി ചാപ്ലിൻ ആദ്യമായി സ്റ്റേജ് ഷോ നടത്തുന്നത് 5-ാമത്തെ വയസ്സിലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ഈ ലെസണിലൂടെ മനസ്സിലാക്കാം. ആദ്യമേ പറഞ്ഞിരുന്നു ഇതൊരു ജീവനിയാണെന്ന്. ജീവനി എന്നാൽ ജീവചരിത്രം. ജീവചരിത്രം 2 തരത്തിൽ എഴുതാം. ഒരാൾ സ്വന്തം ജീവിതത്തിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി എന്നത് സ്വന്തമായിട്ട് സ്വന്തം ഭാഷയിൽ എഴുതുന്നതാണ് ആത്മകഥ അഥവാ ഓട്ടോബയോഗ്രഫി. രണ്ടാമത്തേതാണ് ജീവനി അഥവാ ബയോഗ്രഫി. ഒരാളുടെ മരണശേഷമോ ജീവിച്ചിരിക്കുമ്പോഴോ മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതം പകർത്തി എഴുതുന്നതാണ് ജീവനി. അങ്ങനെ ചാർലി ചാപ്ലിൻ്റെ മരണശേഷം പ്രസിദ്ധ ഹിന്ദി സാഹിത്യകാരനായ ഗീത് ചതുർവേദി എഴുതിയിരിക്കുന്ന ജീവനിയിലെ ഒരു അംശം മാത്രമാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. സർ ചാൾസ് സ്പെൻസർ ചാപ്ലിൻ കാ ജന്മ 16 अप्रैल 1889 को हुआ. സർ ചാൾസ് സ്പെൻസർ ചാപ്ലിൻ 1889 ഏപ്രിൽ 16 ജനിച്ചത്. ചാപ്ലിൻ വിശ്വ കെ ബഡേ കലാകാരോമേം ഏക് ഹെ. ലോകത്തിലെ വലിയ കലാകാരന്മാരിൽ ഒരാളാണ് ചാപ്ലിൻ. വേ ഹാസ്യ അഭിനേത, ഫിल्म നിർദ്ദേശക്, സംഗീതജ്ഞ, ഫിल्म നിർമ്മാത ആദി കെ രൂപമേം മഷ്ഹൂർ ദേ. ഹാസ്യ നടൻ, സിനിമാ സംവിധായകൻ, സംഗീതജ്ഞൻ, സിനിമാ നിർമ്മാതാവ് തുടങ്ങിയ നിലകളിൽ അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. अमेरिकी सिनेमा के क्लासिकल हॉलीवुड युग के प्रारंभ से मध्य तक उनका योगदान रहा. അമേരിക്കൻ സിനിമയിലെ ക്ലാസിക്കൽ ഹോളിവുഡ് യുഗത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ പങ്കുണ്ടായിരുന്നു. एक शिशु कलाकार से लेकर 88 वर्ष की आयु तक वे इस क्षेत्र में सक्रिय थे. ഒരു ബാലകലാകാരനിൽ തുടങ്ങി 88-ാമത്തെ വയസ്സുവരെ അദ്ദേഹം ഈ രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു. 25 दिसंबर 1977 को इस महान कलाकार का निधन हुआ. 1977 ഡിസംബർ 25 ഈ മഹാനായ കലാകാരൻ അന്തരിച്ചു. ഉൻകി മോഡേൺ ടൈംസ്, ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, ദി കിഡ്, सिटी लाइट्स, दी सर्कस आदि कई फिल्में विश्व भर के लोग अध्ययन और मनोरंजन के लिए देखते हैं. मॉडर्न टाइम्स, दि ഗ്രേറ്റ് ഡിറ്റക്ടർ, ദി കിഡ്, സിറ്റി ലൈറ്റ്സ്, ദി സർക്കസ് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ നിരവധി സിനിമകൾ ലോകം മുഴുവനുള്ള ആളുകൾ പഠനത്തിനും വിനോദത്തിനുമായി കാണുന്നു. ഗീത് ചതുർവേദി കാ ജന്മ 27 नवंबर 1997 को मुंबई में हुआ था. ഗീത് ചതുർവേദി 1977 നവംബർ 27 മുംബൈയിലാണ് ജനിച്ചത്. ആപ് കവി ഹെ ജീവനീകാർ ഭി. അദ്ദേഹം കവിയും ജീവചരിത്രകാരനുമാണ്. അബ് ആപ് ദൈനിക് ഭാസ്കർ നോയിഡാക്കെ സമ്പാദകീയ വിഭാഗമേ കാര്യരത് ഹെ. ഇപ്പോൾ നോയിഡയിലെ ദൈനിക് ഭാസ്കറിൻ്റെ എഡിറ്റോറിയൽ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നു. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. सबसे बड़ा शोमान गीत चतुर्वेदी. गाते गाते अचानक माम की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അമ്മയുടെ സ്വരം നേർത്തു വന്നു. അതായത് പാടിപ്പാടി പെട്ടെന്ന് അമ്മയുടെ ശബ്ദം പതറി നേർത്ത് ഒരു പുലമ്പല് പോലെയായി മാറിക്കൊണ്ടിരുന്നു. ലോഗോങ്കോ ലഗാക്കി മൈക്ക് മേ കുച്ച് ഖരാബി ആ ഗയി ഹെ. മൈക്കിൻ്റെ കുഴപ്പം കൊണ്ടാണെന്നാണ് ആളുകൾ കരുതിയത്. പർ ഫുസ്ഫുസാഹട്ട് ജാരി ദി. പക്ഷേ ശബ്ദം ബലഹീനമായി കൊണ്ടിരുന്നു. ലോഗ് ചില്ലാനെ ലഗെ. ആളുകൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. കഹിം സെ കുച്ച് ലോഗ് മ്യാവ് മ്യാവ് കി ആവാസ് നിക്കാൽനെ ലഗെ. എവിടെ നിന്നോ കുറച്ച് ആളുകൾ പൂച്ച കരയുന്നത് പോലെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഇസ് അഭദ്ര ഷോർനെ മാംകോ സ്റ്റേജ് സെ ഹട്നെ കോ മസ്ദൂർ കർ ദിയ. ഈ അശുഭകരമായ ശബ്ദം
അമ്മയെ സ്റ്റേജിൽ നിന്നു മാറാൻ നിർബന്ധിതയാക്കി. അതായത് ഈ അശുഭകരമായ അന്തരീക്ഷത്തിൽ നിന്ന് സ്റ്റേജ് വിട്ടുപോകാൻ അമ്മയെ നിർബന്ധിതയാക്കി. ചാർലി കോ വഹ് അക്സർ അപ്പനെ സാത്ത് തിയേറ്റർ ലേ ജാത്തി തി. പരിപാടി അവതരിപ്പിക്കുവാൻ പോകുമ്പോൾ അമ്മ മിക്കവാറും ചാർലിയെ കൂടി കൊണ്ടുപോകാറുണ്ട്. ഉസ് ദിൻ ഭി പർദേ കെ പീछे ഖടാ വഹ് ആവാസ് കെ തമാശേ കോ ദേഖ് രഹാ ഥാ. ആ ദിവസവും കർട്ടനു പിറകിൽ നിന്ന് അവൻ ഈ ശബ്ദത്തിന്റെ തമാശകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അന്നും കർട്ടന്റെ പിന്നിലായിട്ട് അവൻ അമ്മയെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മാം ഔർ മാനേജർ മേം ബഹസ് ഹോത്തെ ദേക്ക് വഹ് വഹാം ഗയ. അമ്മയും മാനേജരും തമ്മിൽ വാക്ക് തർക്കം നടക്കുന്നത് കണ്ട് അവൻ അവിടേക്ക് ചെന്നു. मैनेजर ने चार्ली को माम के कुछ दोस्तों के सामने अभिनय करते देखा था और वह उसे സ്റ്റേജ് पर भेजने की जिद करने लगा. ചാർലി അമ്മയുടെ സുഹൃത്തുക്കൾക്ക് മുന്നിൽ അഭിനയിക്കുന്നത് മാനേജർ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കാൻ നിർബന്ധം ചെലുത്തുകയാണ് ചെയ്തത്. മാം ഡർ ഗയി. അമ്മ ഭയന്നുപോയി. 5 साल का बच्चा इस उग्र भीड़ को झेल पाएगा. 5 വയസ്സുള്ള കുട്ടിക്ക് ഇത്രയും ആൾക്കൂട്ടത്തെ അഭിമുഖീകരിക്കുവാൻ കഴിയുമോ എന്ന് അമ്മ ഭയന്നുപോയി. बहुत मुबाहिसा के बाद वह अंततः चार्ली को स्टेज पर ले गया और बचाव के कुछ शब्द कह उसे अकेला छोड़ आया. കുറേ സമയത്തെ വാദപ്രതിവാദത്തിന് ശേഷം അഥവാ തർക്കത്തിന് ശേഷം മാനേജർ ചാർലിയെ സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. രക്ഷപ്പെടാനായി ഏതാനും വാക്കുകൾ പറഞ്ഞ ശേഷം അവനെ തനിച്ച് സ്റ്റേജിൽ വിട്ടിട്ട് തിരിച്ചുപോയി. ദുയേക്കെ ഉഡ്തേ ഹുയെ ചല്ലോങ് കെ ബീച്ച് ചാർലിനെ മഷ്ഹൂർ ഗീത് ജേക്ക് ജോൺസ് ഗാന ശുരൂ കിയ. പുകച്ചുരുളുകൾ കൊണ്ട് പറക്കുന്ന ഗോളാകൃതിയിലുള്ള വസ്തുക്കളുടെ നടുക്ക് ചാർലി പ്രസിദ്ധമായ ജാക്ക് ജോൺസ് ഗാനം പാടുവാൻ തുടങ്ങി. कुछ देर तक ऑर्केस्ट्रा वाले उसकी आवाज में उस गाने की धुन तलाशते रहे और वह जैसे ही मिली गाना सजने लगा. ഓർക്കസ്ട്രക്കാർ അവന്റെ ശബ്ദത്തിൽ ആ പാട്ടിന്റെ ഈണം തെരഞ്ഞുകൊണ്ടിരുന്നു. ഈണം കിട്ടിയതോടുകൂടി അവർക്ക് പാട്ട് ക്രമീകരിക്കുവാൻ കഴിഞ്ഞു. गाना अभी आधा ही हुआ था कि स्टेज पर पैसे की बौछार शुरू हो गई. പാട്ട് പകുതിയായപ്പോഴേക്കും സ്റ്റേജിൽ നിറയെ പൈസ വന്നു തുടങ്ങി. ചാർലിനെ ഗാന രോക് ദിയ और घोषणा की कि पहले मैं ये पैसे बटोरूंगा और उसके बाद ही गाऊंगा. ചാർലി പാട്ടു നിർത്തിയിട്ട് അനൗൺസ് ചെയ്തു, ആദ്യം ഞാൻ ഈ പൈസ പെറുക്കിയെടുക്കട്ടെ, എന്നിട്ട് പാടാം. ഇസ് ബാത്തിനെ ഹോൾ കോ ഹസി ഘർ में तब्दील कर दिया. ഈ വാക്കുകൾ ഹാളിലാകമാനം ചിരി പടർത്തി. തബ് തക് മാനേജർ ഏക് റുമാൽ ലേക്കർ ആയ ഔർ പൈസെ ബട്ടോർനെ ലഗ. അപ്പോഴേക്കും മാനേജർ ഒരു തുവാലയുമായി വന്ന് പൈസ പെറുക്കിയെടുക്കാൻ തുടങ്ങി. ചാർലി കോ ലഗാ കി മാനേജർ ഖുദ് പൈസെ രഖ് ലേന ചാഹ്താ ഹെ. ചാർലിക്ക് തോന്നി മാനേജർ പൈസ സ്വന്തമാക്കുമെന്ന്. ഉസ്നെ യഹ് ബാത്ത് ശിക്കായത്തി ലഹ്ജെ മേ ദർശകോं से कह दी. हंसी तब और बढ़ गई जब रुमाल की पोटली में पैसे बांध बैक स्टेज की ओर जाते मैनेजर के पीछे चार्ली व्याकुलता से लग गया. ഒരു പരാതി പോലെ ചാർലി ഇക്കാര്യം കാഴ്ചക്കാരോട് പറഞ്ഞു. തുവാലയിൽ പൊതിഞ്ഞ പണവുമായി സ്റ്റേജിന്റെ പിന്നിലേക്ക് പോയ മാനേജരുടെ പിന്നാലെ ദുഃഖത്തോടെ ചാർലി നടന്നപ്പോൾ ഹാളിൽ ചിരി അത്യുച്ചത്തിലായി. അതായത് വലിയ ഉച്ചത്തിൽ ആളുകൾ ചിരിക്കാൻ തുടങ്ങി. ജബ് തക് മാനേജറിനെ വഹ് പോട്ടലി മാം കെ ഹവാലെ നെഹിം കി വഹ് നെഹിം ലൗട്ട. മാനേജർ ആ പൊതിക്കെട്ട് അമ്മയെ ഏൽപ്പിക്കുന്നതുവരെ അവൻ തിരിച്ചു വന്നില്ല. ചാർലിനെ ജനതാമെ ഗുദ് ഗുദി ഫൈലാ ദീദി. ചാർലി കാഴ്ചക്കാരെ ആനന്ദഭരിതരാക്കി. ഉസ്കെ ബാദ് ഉസ്നെ ദർശകോं से बातचीत की, നൃത്യ കിയ അവർ അപ്പനി മാം സഹിത് കൈ ഗായകോं की നക്കൽ ഉത്താരി. അവൻ അവരോട് സംസാരിച്ചു, നൃത്തം ചെയ്തു, തന്റെ അമ്മ ഉൾപ്പെടെ പല ഗായകരെയും അനുകരിച്ചു. മാസൂമിയത് മേം ഉസ്നെ थोड़ी देर पहले फटी माम की आवाज और उसके फुसफुसाने की भी नकल उतार दी. അല്പം മുമ്പ് അമ്മയുടെ ശബ്ദത്തിനുണ്ടായ ഇടർച്ചയും അവൻ വളരെ നിഷ്കളങ്കമായി അനുകരിക്കുകയുണ്ടായി. लोगों में ठहाकों की हिस्सेदारी हुई और സ്റ്റേജ് पर जमकर पैसे बरसे. ആളുകൾ വളരെയധികം പൊട്ടിച്ചിരിക്കുകയും സ്റ്റേജിലേക്ക് ഒരുമിച്ച് വന്ന് പൈസ വർഷിക്കുകയും ചെയ്തു. അതായത് സ്റ്റേജിൽ ഒരുപാട് പൈസ കുന്നുകൂടി.
अंत में माम जब उसे लेने आई तो दर्शकों ने देर तक खड़े होकर तालियां बजाई. അവസാനം അമ്മ അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയപ്പോഴേക്കും കാണികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. कई लोगों ने माम से हाथ मिलाकर उसके छोटे बच्चे की तारीफ की. കുറെ പേർ അമ്മയ്ക്ക് കൈ കൊടുത്ത് മകനെ പ്രശംസിക്കുകയും ചെയ്തു. ചാർലി സ്റ്റേജ് पर पहली बार आया और माम आखिरी बार. അങ്ങനെ അന്ന് ചാർലി ചാപ്ലിൻ ആദ്യമായി സ്റ്റേജിൽ കയറി, അമ്മ അവസാനമായും. ദുനിയാ കെ സബ്സെ ബഡെ ഷോമാൻ കാ യഹ് പഹല ഷോ ഥ. ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാന്റെ ആദ്യ ഷോ ആയിരുന്നു അത്. ഉസ്നെ ജന്മ ലേ ലിയാ ഥ. അവൻ ജന്മമെടുത്തു കഴിഞ്ഞിരുന്നു. ഈ ലെസൺ എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായി കാണും എന്ന് കരുതുന്നു. എല്ലാവരും പല പ്രാവശ്യം അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പാഠഭാഗം വായിക്കുക, പഠിക്കുക. ബെസ്റ്റ് വിഷസ്. ധന്യവാദ്.